ഡിഗ്രിക്ക് ശേഷം എല്ലാ ഗേൾസിനും നല്ലൊരു മാനേജ്മെന്റ് കരിയർ സ്വന്തമാക്കണം എന്ന് സ്വപ്നമുണ്ട്. പക്ഷെ ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് അല്ലേ? ആക്ച്വലി ഉള്ള കൺഫ്യൂഷനാണ് എങ്ങനെയാണ് നല്ലൊരു കരിയർ നേടിയെടുക്കുക എന്നുള്ളത്. സാധാരണ ഡിഗ്രി കഴിഞ്ഞാൽ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ 2 ഇയറിൻ്റെ MCOMോ അല്ലെങ്കിൽ MBA ഓൺലൈനോ അല്ലെങ്കിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനൊക്കെയാണ്. പക്ഷെ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു കാലഘട്ടത്തിൽ തന്നെ നല്ലൊരു കരിയർ നേടിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എത്രയധികം കുട്ടികളാണ് ഇപ്പോൾ ഡിഗ്രി തന്നെ നോക്കുകയാണെങ്കിൽ എത്രയധികം സ്റ്റുഡൻസ് ആണ് കുട്ടികളാണ് പാസ് ഔട്ട് ആയി ഇറങ്ങുന്നത്. അതും കമ്പനീസ് ഒക്കെ നല്ല ഫാർ ബെറ്റർ ആയ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഏറ്റവും നല്ല സ്കിൽ സെറ്റ് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ് നോക്കുന്നുണ്ടാവുക. അപ്പോൾ മാനേജ്മെന്റ് കരിയർ എന്നുള്ള സ്വപ്നം അവർക്ക് നേടിയെടുക്കണമെങ്കിൽ പണ്ടത്തെ പോലെ പോയി കഴിഞ്ഞാൽ ഇന്ന് ഗേൾസ് നേടിയെടുക്കാൻ പറ്റുന്ന പോയിന്റ് അല്ല. ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മൾട്ടി സ്കിൽ സെറ്റ് ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ. അങ്ങനത്തെ സ്പെഷ്യലൈസേഷൻ ഉള്ള കോഴ്സുകൾ നമുക്ക് ഉണ്ട് തോന്നുന്നു അല്ലേ? പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കുട്ടികളൊക്കെ ഒരുപാട് സ്പെൻഡ് ചെയ്ത് പുറത്തൊക്കെ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിനേക്കാളും നല്ല പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. സോ പുറത്തേക്ക് തന്നെ പോവാതെ ചിലപ്പോൾ പല ഗേൾസിനും പുറത്തേക്ക് പോകാനൊക്കെ ചിലപ്പോൾ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ഗേൾസിനായാൽ പോലും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഐ തിങ്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള സിലബസ് ഫോളോ ചെയ്യുന്ന കോഴ്സുകൾ നമുക്ക് വന്നു തുടങ്ങി ഇന്ത്യയിൽ. ഞാൻ ഒരുപാട് ഇത് കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം ഇപ്പോൾ അതിനൊപ്പം തന്നെ സ്പെഷ്യലൈസേഷൻസും അത്യാവശ്യം നല്ലതാണ്. കാരണം മൾട്ടി ഏരിയാസ് ആണ്. കാരണം ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് ആംഗിളിലുള്ള ഗേൾസ് ആണെങ്കിൽ പോലും അവർക്കും ഇന്ന് ഒരുപാട് സ്റ്റാർട്ടപ്പ് ഒക്കെ ലീഡ് ചെയ്യുന്നത് ഗേൾസ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസിൽ നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസിലൊക്കെ നല്ല പൊസിഷൻ ലീഡ് ചെയ്യുന്ന ഗേൾസ് തന്നെയാണ്. മാനേജ്മെന്റ് റോളിലൊക്കെ ലീഡ് ചെയ്യുന്നതൊക്കെ ഓപ്ഷൻസ് ഗേൾസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ പല ഫേസുകളും നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പല കമ്പനീസിനെയും കാണുന്നതാണ്. CEO ലെവലിലായിക്കോട്ടെ എല്ലാം വരുന്നതൊക്കെ ഗേൾസ് വരുന്നതാണ്. അപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഒരു മാനേജ്മെന്റ് കരിയർ സ്വപ്നം ഉണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 7 സ്പെഷ്യലൈസേഷൻസ് ഒക്കെ വരുന്ന ABA അഡ്വാൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. കാരണം പറഞ്ഞിട്ടല്ല അവിടെ മൾട്ടി ആയിട്ടുള്ള സ്കിൽ സെറ്റ് അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യലൈസേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വൈഡ് ഉണ്ട് അല്ലേ? ഐ മീൻ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് ഇൻഡസ്ട്രിയിലേക്കും പോവാൻ സാധിക്കും. ചില കുട്ടികൾ HR മാത്രം സ്പെഷ്യലൈസേഷൻ എടുക്കും, ഫൈനാൻസ് മാത്രം എടുക്കും. അവരെനിക്ക് തോന്നുന്നു അവിടെ ഒതുങ്ങിപ്പോവും. അവിടെ ഒതുങ്ങിപ്പോകുമ്പോൾ അവർക്ക് ആ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ അഥവാ അവർ ഫെയിലിയർ ആവാണ് ഒരു ഓർഗനൈസേഷനിൽ കയറിയതിനു ശേഷമെങ്കിൽ അവിടെ അവർ സ്റ്റോപ്പായി പോവാണ് ഗ്രോത്ത്. എനിക്ക് തോന്നുന്നു പറഞ്ഞ പോലെ ഇന്നൊരു സ്കിൽ സെറ്റിന്റെ മുകളിൽ തന്നെയാണ് ഫുൾ കോമ്പറ്റീറ്റീവ് വേൾഡ് പോകുന്നത്. അതേപോലെ AI അതും വളരെയധികം ഇപ്പൊ പ്രോമിനന്റ് ആയിട്ട് ഓൾമോസ്റ്റ് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഡിവൈസ് ഒക്കെ ഓപ്ഷൻസ്. കാരണം അതൊക്കെ നമ്മുടെ എന്ത് ചെയ്യണം, പഠിക്കുന്ന സമയത്തും ഈ കുട്ടികളുടെ സ്കിൽ സെറ്റിലെ അത് ആഡ് മാത്രമേ കരിയറിൽ അവർക്ക് പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു AI ഇന്റഗ്രേറ്റഡ് ആണെന്ന് തോന്നുന്നു അല്ലേ ഈ മൾട്ടി സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളെല്ലാം. എല്ലാ പ്രോഗ്രാംസിൽ നിന്ന് AI കടന്നു വന്നിട്ടുണ്ട്. കാരണം AI കടന്നു വന്നു കഴിഞ്ഞാൽ നല്ലതാണ് കുറച്ചുകൂടി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്കിൽ സെറ്റ് ഉണ്ട്, അതിനൊപ്പം തന്നെ AI ഇന്റഗ്രേറ്റുള്ള പ്രോഗ്രാമാണ് അല്ലെങ്കിൽ AI സ്കിൽ സെറ്റ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് എന്ത് ചെയ്യും, പെർഫോമൻസ് കയറുള്ളൂ അവരുടെ. കാരണം അത് കമ്പനീസിൽ നോക്കുകയാണെങ്കിൽ കമ്പനീസിന് നല്ലതാണ്. ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്സിനെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലായിക്കോട്ടെ അത്യാവശ്യം പുതിയ പുതിയ കമ്പനീസ് ഒക്കെ വരുന്ന ഒരു പോയിന്റ് കൂടിയാണ്. അപ്പൊ ഇവിടെയൊക്കെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് C ലെവലിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഇന്ന് ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് പറ്റും. ഞാൻ ആക്ച്വലി കണ്ടു ABA എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒരു ഡിഫറെന്റ് ആയിട്ടൊരു നെയിം കണ്ടു ഞാൻ, ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. അത് ആക്ച്വലി ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം തോന്നി. അതും നമ്മുടെ ഈ മാനേജ്മെന്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഈ സ്പെഷ്യലൈസേഷൻ? കാരണം വെച്ചാൽ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആയിട്ട് ഏത് കമ്പനിക്ക് ആയിക്കോട്ടെ അവർക്ക് ഒരു പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അത് കസ്റ്റമറിലേക്ക് എത്തുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് മെത്തേഡ്സിലെല്ലാം അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ബ്രാൻഡ് ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഇന്ന് ന്യൂറോ സയൻസിന്റെ ന്യൂറോ ബേസ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ പഠിക്കുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഓപ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഗേൾസ് ആഗ്രഹിച്ച പോലെ തന്നെയുള്ള മാനേജ്മെന്റ് കരിയർ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. ആക്ച്വലി ഇത് ഗേൾസിന് മാത്രമല്ല അതൊരു ഓൺടർപ്രണർ ആവണമെങ്കിലും ഈ ഒരു കോഴ്സ് ഡെഫിനറ്റ്ലി ഉപകാരപ്പെടുത്തണം. കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് ഒരു കരിയർ അവർക്ക് ഇപ്പൊ ഡിഗ്രി കൊണ്ട് നമുക്കറിയാം നമ്മുടെ ഡിഗ്രി സിലബസിൽ എന്താ കവർ ചെയ്യണം എന്നൊക്കെ ഓപ്ഷൻസ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കമ്പനി സക്സസ്ഫുള്ളി കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ വരുന്ന സമയത്ത് ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇത് സക്സസ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ സ്കിൽ സെറ്റ് ഉണ്ടാവണം. ഒരു കമ്പനി പൂട്ടി പൂവിലല്ല ആ ഒരു സ്വപ്നം ആഗ്രഹിച്ച സ്വപ്നം ആയിരിക്കും. ഇന്ന് പല ആംഗിളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, പല വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നതാണ് പല സക്സസ്ഫുൾ വുമൻസും എൻ്റർ ചെയ്തുള്ള പോയിന്റ്. അപ്പൊ അതിനൊക്കെ അവർക്ക് എന്ത് ചെയ്യണം, സ്കിൽ സെറ്റ് ആവശ്യമാണ്. കാരണം അതിലിപ്പോൾ പീപ്പിൾ മാനേജ്മെന്റ് ആയിരിക്കാം, മേ ബി ഫിനാൻസിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സെയിൽസ് ആംഗിൾ ആയിരിക്കാം. ഈ സ്കിൽ സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ
അങ്ങനെയാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള ഒരു സ്റ്റാർട്ടപ്പ് ബേസ്ഡ് ആയിക്കോട്ടെ ഒരു ബിസിനസ് ആംഗിളിലായാലും ഗേൾസിനൊക്കെ ഒന്ന് സക്സസ് ആയിട്ട് മാറാൻ പറ്റുന്ന ഒരുപാട് സക്സസ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ ഫേസുകൾ കാണാറുള്ളതാണ്. ഇപ്പൊ ഇതിൽ ഈ കോഴ്സിൽ തിയറിറ്റിക്കൽ നോളജ് മാത്രമാണ്, ഇവർക്ക് പ്രൊജക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനത്തെ കോഴ്സുകൾ അവൈലബിൾ നമുക്കിപ്പോ? എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ പ്രൊജക്ട് കാരണം വെച്ചാൽ നമ്മൾ പണ്ടൊക്കെയാണ് ഒരു ബുക്ക് നോക്കിയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ അല്ലെ പുസ്തകം നോക്കിയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ. ഇന്നിപ്പോ അങ്ങനെയല്ല ആക്ച്വലി. ഇന്നിപ്പോ എല്ലാ കമ്പനീസിനും ആവശ്യം വെച്ചാൽ ഏറ്റവും മികച്ച പ്രൊഫഷൻസ് ആണ്. അപ്പോൾ ഒരു കേസ് സ്റ്റഡി ബേസ് അതുപോലെ ക്യാപ്സ്റ്റോൺ പ്രൊജക്ടുകളൊക്കെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ അവർക്ക് ഈ പഠിത്തത്തിനൊപ്പം അത് ചെയ്ത് ഒരു പരിചയം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവർക്ക് പെട്ടെന്ന് സ്കിൽ സെറ്റ് ഗെയിൻ ചെയ്യാൻ. എനിക്കൊന്ന് ഇപ്പോഴത്തെ കുട്ടികൾ ആക്ച്വലി ഇപ്പോഴത്തെ ജെൻസി ക്രൗഡ് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടാസ്കിങ് പറ്റുന്ന കുട്ടികളാണ്. സോ ഡെഫിനറ്റ്ലി ഇത് ഈ ഒരു പ്രോഗ്രാം അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ കരിയർ ഗ്രോത്ത് ശരിക്കും പണ്ട് കാലത്തായിരുന്നു നമുക്കൊന്ന് ഒരു നല്ല നിലയിൽ എത്തണമെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരികയാണ്. ഇന്ന് എനിക്കൊന്ന് സ്മാർട്ട് വർക്ക് ത്രൂ പെട്ടെന്ന് അവർക്ക് ഒരു കരിയർ ഗ്രോത്ത് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ് ഒരു പ്രൊമോഷൻ കയറി എത്തണമെങ്കിൽ ഒരുപാട് വർഷങ്ങളാണെങ്കിൽ ഇന്നത്തെ ഒരു ജനറേഷനും അവർ ചെയ്യുന്ന പ്രോഗ്രാമോ എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഒരു അഡ്വാൻസ് പ്രോഗ്രാംസ് ഒക്കെ പഠിക്കുന്ന പോയിന്റിലാണെങ്കിൽ അവരൊരു 10 കൊല്ലം നോർമലി 10 കൊല്ലം എടുത്തിട്ട് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒക്കെ നല്ലൊരു പൊസിഷൻ എത്തുന്നതാണെങ്കിൽ ഇനി അതിന് വേണ്ട അതിന് പകുതിയായിട്ട് മാറില്ല 3-4 കൊല്ലം കൊണ്ടൊക്കെ എന്ത് ചെയ്യാം നല്ല ലെവലിലേക്കൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് വരുന്നത്. പക്ഷെ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണ്. കാരണം പല കുട്ടികളും ഇപ്പോഴും എന്ത് ചെയ്യുന്നു ട്രഡീഷണൽ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ഉപയോഗിക്കുന്ന ഡിവൈസുകളൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കാം. പക്ഷെ അവരിപ്പോൾ അവർ ചൂസ് ചെയ്യുന്ന അവരുടെ കരിയറിന് വേണ്ടി ചൂസ് ചെയ്യുന്ന പല പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നു പഴയ ഒരു പഴഞ്ചൻ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് തന്നെ പലപ്പോഴും കാണുന്നത് ഒരു ട്രഡീഷണൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അവരെവിടെ എത്തുന്നില്ല. അവർ ഒരു ബുക്ക് നോക്കി പഠിച്ചു പോവുക മാത്രമാണ്. പക്ഷെ അങ്ങനെ നോക്കിയിട്ട് ഇനി ഫ്യൂച്ചർ ഇല്ല അവർക്ക്. അതാണ് അവർ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഇത് കൂടുതലും ഈ കോഴ്സുകൾ എനിക്കൊന്ന് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് കോമ്പീറ്റ് ചെയ്ത രീതിയിലാണെന്ന് തോന്നുന്നു സിലബസുകൾ മുഴുവൻ പ്രിപ്പയർ ചെയ്തേക്കുന്നല്ലേ. അങ്ങനെയാകുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ഗ്ലോബലി എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാം എന്നുള്ളത്. കാരണം ഉണ്ടല്ലോ ഓരോ ഇപ്പോൾ HR റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ട റൂൾസ് അത് ഓരോ കൺട്രിക്കും ഓരോ രീതിയായിരിക്കും. അപ്പൊ ഇത് ജനറൽ സ്റ്റാൻഡേർഡ്സ് എന്താണോ ഇന്റർനാഷണൽ ഉള്ളത് അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു സ്പെഷ്യലൈസ്ഡ് വിദേശ വിദ്യാഭ്യാസം ഉള്ളത്. കാരണം ഇന്ന് പല കുട്ടികളും പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് ആണ്. പക്ഷെ അതിലുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് അവിടുത്തെ സർട്ടിഫിക്കേഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. പക്ഷെ ഫിനാൻഷ്യലി എല്ലാവരും അത്രയും പെർഫെക്റ്റ് ആവണമെന്നില്ല. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും അത്രയും സ്പെൻഡ് ചെയ്യാതെ തന്നെ നാട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നല്ല ഇന്റർനാഷണൽ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ പഠിക്കുകയാണെങ്കിൽ. കാരണം ലോകത്തിൽ എവിടെ പോയാലും മലയാളീസ് ഇല്ലാത്ത സ്ഥലമില്ല എന്നാ പറഞ്ഞ പോലെ തന്നെ എവിടെ പോയാലും അവരുടെ കരിയറിന് എന്ത് ചെയ്യാം ബെനിഫിറ്റ് ആകുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് അവരുടെ പ്രൊഫൈലിന് കിട്ടുന്ന റിച്ച്നെസ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി സർട്ടിഫിക്കേഷൻസ് ഗ്ലോബലി വാലിഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കരിയർ ആ കുട്ടികളെ മാറ്റി മറിക്കും എന്നുള്ളത് ഉറപ്പാണ്. സോ ഡെഫിനറ്റ്ലി ഈ ഗ്ലോബൽ അഡ്മിനിസ്ട്രേഷൻ അഡ്വാൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പെൺകുട്ടികൾക്ക് മാനേജ്മെന്റ് പ്രൊഫഷണൽ ആവണമെങ്കിൽ അടിപൊളി ഒരു കോഴ്സാണ് അല്ലേ? റൈറ്റ് ചോയ്സ് ആണ്. കാരണം വേറെ ഒന്നുമല്ല എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ലൊരു കരിയർ നേടിക്കാൻ പറ്റുള്ളൂ. കാരണം അവർ ഒരു ബിസിനസ് ആണെങ്കിലും ബിസിനസ് നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സക്സസ് ആയിട്ട് കാണണമെങ്കിൽ സ്കിൽ സെറ്റ് വേണം. മാനേജ്മെന്റ് മേഖല അവർ എൻ്റർ ചെയ്തു പക്ഷെ അതിലേക്ക് ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അർത്ഥമില്ല. അപ്പോൾ അതിന് സ്കിൽ സെറ്റോട് കൂടി പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് എന്ത് ചെയ്യാം ബിസിനസ് ആംഗിൾ ആയിക്കോട്ടെ ഒരു മാനേജ്മെന്റ് കരിയർ ആംഗിൾ ആയിക്കോട്ടെ സക്സസ് ലഭിക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കും.